Hi everyone. Today we are going to take the new topic promotion. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു വേർഡാണ് പ്രൊമോഷൻ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ജോബ് ചേഞ്ചസ് ഏതൊക്കെ രീതിയിലാണ് ഒരു വ്യക്തിയുടെ ജോബിൽ വരുന്ന ചേഞ്ചസ് എന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ട്രാൻസ്ഫറും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫറുമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ സെക്കൻഡ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഓർ സെക്കൻഡ് ടൈപ്പ് ഓഫ് ജോബ് ചേഞ്ചസ് പ്രൊമോഷൻ. So moving on to promotion, first is the meaning. Promotion is one of the most important internal source of recruitment. നമുക്കൊരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഇൻറ്റേർണലി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് പ്രൊമോഷൻ. ദ എംപ്ലോയീസ് വിൽ വർക്ക് ഹാർഡ് ഇഫ് ദേ നോ ദാറ്റ് ദേ വിൽ ഗെറ്റ് പ്രൊമോഷൻ. പ്രൊമോഷൻ കിട്ടുമെന്നറിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള എല്ലാ എംപ്ലോയീസും വളരെയധികം വർക്ക് ഹാർഡ് ചെയ്യും, അധ്വാനിക്കും. കാരണം നമുക്കൊരു പ്രൊമോഷന് ചാൻസ് ഉണ്ട്, എൻ്റെ പെർഫോമൻസ് ബെറ്റർ ആയാൽ എനിക്ക് പ്രൊമോഷന് ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എംപ്ലോയീസിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദേ വിൽ വർക്ക് കമ്മിറ്റഡ്, അല്ലേ? ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ ടു ഓൾ ദ എംപ്ലോയീസ് ടു വർക്ക് ഹാർഡ് ഫോർ ദി ഓർഗനൈസേഷൻ. And it refers to the upward movement of an employee from one job, his current job, to another position that is higher in responsibility, higher in pay, and higher in hierarchy within the organization. പ്രൊമോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ട്രാൻസ്ഫറിൻ്റെ കേസിൽ പറഞ്ഞു ഇറ്റ് ഈസ് എ ലാറ്ററൽ ആൻഡ് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ചേഞ്ച് എന്നല്ലേ. അതേ ലെവലിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയണത്. അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുകയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൂടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ബട്ട് ഇൻ പ്രൊമോഷൻ ഇറ്റ് ഈസ് ആൻ അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. നമ്മുടെ നോർമൽ പൊസിഷനിൽ നിന്ന് അല്പം കൂടെ ഹയർ ആയിട്ടുള്ള മേലത്തെ പൊസിഷനിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യണത്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാലറി സ്കെയിലിൽ നല്ലൊരു ഇൻക്രീസ് ഉണ്ടാകും, റെസ്പോൺസിബിലിറ്റീസിലും അതോറിറ്റീസിലും നമുക്ക് ചേഞ്ച് ഉണ്ടാവും. ഹൈറാർക്കിക്കൽ ഓർഡർ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ ആ ഹൈറാർക്കി ലെവലിലും നമ്മൾ മുകളിലായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് പ്രൊമോഷൻ. The next is the definition given by Edwin B. Flippo. A promotion involves a change from one job to another that is better in terms of status and responsibility. Simple definition അതാണ്. ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ചേഞ്ച് ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള ചേഞ്ചാണ് പ്രൊമോഷൻ. ആ മറ്റൊരു ജോലിയുടെ പ്രത്യേകത എന്താ നോക്കൂ. ദാറ്റ് ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ സ്റ്റാറ്റസിലും റെസ്പോൺസിബിലിറ്റിയിലും അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യണതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദിസ് ഡെഫിനേഷൻ ഈസ് ഗിവൺ ബൈ എഡ്വിൻ ബി ഫ്ലിപ്പോ. ദസ് ഫ്രം ദ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ പ്രൊമോഷൻ ഇൻക്ലൂഡ്സ്. എന്തൊക്കെ ഉണ്ടാവും ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ഒരു മീനിങ്ങിൽ നിന്ന് ഡെഫിനേഷനിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ദാറ്റ് ഈസ് ഹയർ ഇൻ പൊസിഷൻ. ഹയർ പൊസിഷനിലേക്ക് ഒരു എംപ്ലോയീനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ, ഹി ഗെറ്റ്സ് മോർ സാലറി. സാലറി ഇൻക്രിമെൻ്റിൽ സാലറിയിൽ കൂടുതൽ കിട്ടുന്നുണ്ടാവും. തേർഡ് വൺ, അക്വയേഴ്സ് മോർ സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജ്. നമ്മുടെ ജോബ് ഡെസിഗ്നേഷൻ പറയുമ്പോൾ തന്നെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ അല്പം കൂടെ സ്റ്റാറ്റസിലും പ്രസ്റ്റീജിലും കൂടുതലുള്ളതായിരിക്കും പ്രൊമോഷൻ. ദ ലാസ്റ്റ് വൺ ഈസ് ഗെറ്റ്സ് മോർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മുൻപത്തെ പൊസിഷനിൽ നമ്മൾ ചെയ്തതിനേക്കാൾ കൂടുതൽ അധികാരം ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങളും നമ്മളുടെ കൂടും. അതാണ് പ്രൊമോഷൻ. സോ നെക്സ്റ്റ് ഈസ് ദ ബേസിസ് ഓഫ് പ്രൊമോഷൻ. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ പ്രൊമോഷനെ ബേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊമോഷൻ കൊടുക്കുക? എല്ലാ എംപ്ലോയിക്കും ഒരുമിച്ച് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പം നമ്മുടെ ഒരു ഹയർ പൊസിഷനിലേക്ക് ഒരു വേക്കൻസി വന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ആ പൊസിഷനിലേക്ക് എത്തണേ. അപ്പോൾ എന്ത് ബേസിലാണ് പ്രൊമോഷൻ നടത്തുക എന്നുള്ളതാണ് അടുത്തത്. ദർ ആർ മെയിൻലി ടു basis for promotion. First one is the seniority basis. Second one is the merit or competency basis. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സീനിയോറിറ്റി ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു ദി ലെങ്ത് ഓഫ് സർവീസ്. നമ്മുടെ ഓർഗനൈസേഷനിലെ ഏറ്റവും സീനിയർ സ്റ്റാഫ് ആരാണോ അയാളെ ആയിരിക്കും ആദ്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യണേ, അക്കോർഡിംഗ് ടു ദ ലെങ്ത് ഓഫ് സർവീസ്. ആ സീനിയോറിറ്റി ബേസിൽ നടത്തുന്ന പ്രൊമോഷൻ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
എംപ്ലോയീസ് എക്സ്പീരിയൻസ് ഏജ് എക്സെട്ര ആർ റിവാർഡഡ് പ്രോപ്പർലി. അവിടെ നമ്മൾ റിവാർഡ് കൊടുക്കുന്നത് എന്തിനാണ്? ഒരു എംപ്ലോയിയുടെ അനുഭവം, എക്സ്പീരിയൻസ് ഇൻ വർക്ക് എക്സ്പീരിയൻസിനും അദ്ദേഹത്തിൻ്റെ പ്രായത്തിനുമാണ് നമ്മൾ റിവാർഡ് കൊടുക്കണേ. അവിടെ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്, ആ ഒരു തിയറീനെ ബേസ് ചെയ്തുകൊണ്ടാണ് സീനിയോറിറ്റി ബേസ്ഡ് പ്രൊമോഷൻ കൊടുക്കണേ. അവിടെ അപ്പോൾ ഒരു ഓൾഡ് അല്പം കൂടെ പ്രായം ചെയ്യുന്ന വ്യക്തികൾക്കാണ് അവിടെ പ്രിഫറൻസ് കിട്ടുന്നത് അല്ലേ. സെക്കൻഡ് ബേസ് ഇസ് ദ മെറിറ്റ് ഓർ കോമ്പീറ്റൻസി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സുപ്പീരിയർ പെർഫോമൻസ് ആണ് അവിടെ ബേസ് ആവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലെങ്ത് ഓഫ് സർവീസ് ആണെങ്കിൽ ഇവിടെ സുപ്പീരിയർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്ന വ്യക്തി ആരാണോ അയാളായിരിക്കും പ്രൊമോഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രിഫർ ചെയ്യണേ. അതുകൊണ്ട് തന്നെ യങ് പീപ്പിൾ വിൽ കം ടു ടോപ്പ് പൊസിഷൻ. ഈ കേസിൽ ആരാ ഫ്രണ്ടിലേക്ക് വരിക? പഴയ ഒരു എംപ്ലോയി ആണോ? 10-20 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണോ? ഫ്രഷ് ആയിട്ട് വരുന്ന പുതിയ എംപ്ലോയീസ് ആണോ? യങ് പീപ്പിളിനായിരിക്കും കൂടുതൽ, കാരണം അവർ നല്ല എനർജറ്റിക് ആയിട്ട് മാക്സിമം പെർഫോം ചെയ്യും. ഓക്കെ, സോ ദേ വർക്ക് ഹാർഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. എനിക്കവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അറിയാം എൻ്റെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ എന്നെ അടുത്ത പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഓർഗനൈസേഷന് വേണ്ടി ഒന്നുകൂടെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ഹാർഡ് ചെയ്യും. Okay, so there are two types of basis for promotion: seniority basis and merit basis. In seniority basis, the length of service is considered as the base. In competency based, superior performance of the employees are considered. Clear? The next topic: purpose or objectives of promotion. എന്തിനാണ് നമ്മൾ പ്രൊമോഷൻ നടത്തുന്നത്? അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ടു യൂട്ടിലൈസ് ദ സ്കിൽസ് ആൻഡ് നോളജ് ഓഫ് ആൻ എംപ്ലോയി അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ലെവൽ ഇൻ ദ ഓർഗനൈസേഷണൽ ഹൈറാർക്കി. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പോൾ അതിലുള്ള ഓരോ എംപ്ലോയീസിൻ്റെയും കഴിവിൻ്റെയും അറിവിൻ്റെയും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കൊരു മാനേജർ ആവാൻ അത്രയും ക്യാപ്പബിലിറ്റി, അറിവും കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഒരു സാധാരണ വർക്കറായിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്തേക്കണേ. അപ്പോൾ ഒരു സാധാരണ വർക്കറായിട്ട് ചെയ്യുമ്പോൾ അയാളുടെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി എല്ലാം അവിടെ മിനിമം രീതിയിൽ ആൾ യൂട്ടിലൈസ് ചെയ്യുള്ളൂ അല്ലേ. അതേ വ്യക്തിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്തൊരു മാനേജർ ലെവൽ സൂപ്പർവൈസർ ആക്കി അവിടുന്ന് മാനേജർ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ആളുടെ കഴിവിൻ്റെ 100% എത്രയുണ്ടോ അത്രയും അയാൾ വർക്ക് ചെയ്യും. അങ്ങനെ ഒരു എംപ്ലോയിയുടെ കഴിവിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് വർക്ക് ചെയ്യിക്കുക, അല്ലെങ്കിൽ അത് കഴിവുകൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോഷൻ്റെ എയിം. സെക്കൻഡ് വൺ, ടു ഡെവലപ്പ് എ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എമംഗ് എംപ്ലോയീസ് ടു അക്വയർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് റിക്വയർഡ് ഫോർ ഹയർ ലെവൽ ജോബ്സ്. എംപ്ലോയീസിനിടയിൽ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഹയർ ലെവലിലേക്ക്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ വർക്കർ ചെയ്യുന്ന കഴിവിനേക്കാളും അല്പം കൂടെ എക്സ്ട്രീം ലെവലിൽ വർക്ക് ചെയ്യേണ്ടി വരും ഹയർ പൊസിഷനിലേക്ക് ഇരിക്കാൻ. അപ്പോൾ ആ ഹയർ പൊസിഷനിൽ എത്തണമെങ്കിൽ എന്തൊക്കെ കഴിവുകൾ ഇനിയും നേടിയെടുക്കണം, എന്തൊക്കെ നമ്മൾ ഇനി സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ എംപ്ലോയീസിൻ്റെ ഇടയിലും എന്തുണ്ടാവും? ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാവും. ഇത് പ്രത്യേകിച്ചും രണ്ടാമത്തെ ബേസിലാണെങ്കിൽ, അതായത് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിന്നേക്കാൾ നന്നായി എനിക്ക് പെർഫോം ചെയ്യണം, എനിക്ക് ആദ്യം പ്രൊമോഷൻ കിട്ടണം എന്നുള്ളൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എല്ലാ എംപ്ലോയീസിൻ്റെ ഉള്ളിലും ഉണ്ടാവും. തേർഡ് വൺ, ടു ഡെവലപ്പ് എ കോമ്പീറ്റൻറ്റ് വർക്ക് ഫോഴ്സ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എൻ എഫക്റ്റീവ് ഓർഗനൈസേഷൻ. ഇപ്പോൾ പറഞ്ഞ നമ്മൾ പ്രൊമോഷന് ചാൻസ് ഉണ്ട് എന്ന് അറിയുമ്പോൾ എല്ലാവരും അവരുടെ മാക്സിമം ലെവലിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് കിട്ടണത് എന്താണ്? ഒരു ഇഫക്റ്റീവ് വർക്ക് ഫോഴ്സ്. നമുക്ക് മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടു പ്രൊമോട്ട് എ സെൽഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ആൻഡ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ ഏറ്റവും കുറവായിരിക്കും. അത് തന്നെയല്ല, എംപ്ലോയീസിനിടയിൽ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. എനിക്ക് വളരണം, എനിക്ക് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് കൂടുതൽ കഴിവുകൾ നേടിയെടുക്കണം, എന്നാലേ എനിക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ എന്നുള്ള കേസിൽ നമുക്കൊരു എന്ത് കിട്ടും? ഒരു കൂടുതൽ പ്രൊമോഷനുള്ള ചാൻസുകൾ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. നെക്സ്റ്റ്, ടു ബൂസ്റ്റ് കോൺഫിഡൻസ്, ലോയൽറ്റി ആൻഡ് മൊറൈൽ ഓഫ് ദ എംപ്ലോയി. എംപ്ലോയീസിനിടയിൽ ഒരു മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ കമ്പനിയോട് കുറച്ചുകൂടി ലോയൽ ആവാനായിട്ട്, അവരുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാനൊക്കെ പ്രൊമോഷൻ ഹെൽപ്ഫുള്ളാണ്. ദ ലാസ്റ്റ് പോയിൻ്റ് ഈസ് ടു അച്ചീവ്
employee satisfaction by rewarding committed and hard working employees. ഏറ്റവും നല്ല എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്, കൂടുതൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്നൊരു റിവാർഡാണ് എന്ത്? പ്രൊമോഷൻ. അങ്ങനെ റിവാർഡ് കൊടുത്തുകൊണ്ട് അവരെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് സെൽഫായിട്ട് ഉണ്ടാക്കി എഴുതാവുന്നേ ഉള്ളൂ ഈ ഭാഗങ്ങൾ. കാരണം നമുക്ക് കേട്ടും കണ്ടും പരിചയമുള്ളതാണ്. എന്തിനാ പ്രൊമോഷൻ കിട്ടണേ? അത് ഊഹിക്കുമ്പോൾ തന്നെ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒബ്ജക്റ്റീവ്സും നിങ്ങൾക്ക് എഴുതാം അല്ലേ? നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ കമ്പനിക്ക് നല്ലൊരു വർക്ക് ഫോഴ്സിനെ കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ ഒരു സെൽഫ് ഡെവലപ്മെൻ്റ് ആണ്, എനിക്ക് മോട്ടിവേഷനാണ്, കോൺഫിഡൻസ് ലെവൽ കൂടും. ഇതൊക്കെ പ്രൊമോഷൻ്റെ പർപ്പസ് അഥവാ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ടൈപ്സ് ഓഫ് പ്രൊമോഷൻ. എത്ര തരം പ്രൊമോഷൻ ഉണ്ട്? ഇപ്പം നമുക്ക് കേട്ട് പരിചയമുള്ളിടത്തോളം താഴെ ലെവലിലുള്ള ഒരു എംപ്ലോയിനെ മുകളിലത്തെ ലെവലിലേക്ക് ചേഞ്ച് ചെയ്താൽ അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ബട്ട് ബേസിക്കലി പ്രൊമോഷൻ ആർ ഓഫ് 4 ടൈപ്സ്: ഹൊറിസോണ്ടൽ പ്രൊമോഷൻ, വെർട്ടിക്കൽ പ്രൊമോഷൻ, ഡ്രൈ പ്രൊമോഷൻ, ഓപ്പൺ വേഴ്സസ് ക്ലോസ്ഡ് പ്രൊമോഷൻ. ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പറഞ്ഞത് ഹൊറിസോണ്ടൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതേ സ്റ്റാറ്റസിൽ, അതേ നേച്ചർ ഓഫ് ജോബിൽ, അതേ ലെവലിൽ ഹയർ പേ ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊമോഷനും ഉണ്ട് ഹൊറിസോണ്ടൽ ലെവല്, പിന്നെ വെർട്ടിക്കൽ പ്രൊമോഷൻ, ഡ്രൈ പ്രൊമോഷൻ, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് പ്രൊമോഷൻ. നമുക്ക് ഓരോന്നും എന്താണെന്ന് കാണാം. ദ ഫസ്റ്റ് വൺ ഈസ് horizontal promotion. Horizontal promotion. In this type of promotion, the position of the employee concerned has been upgraded with some pay increase, but the nature of his job remains the same. This is known as upgradation of an employee. Horizontal promotion is otherwise known as upgradation. ഒരു എംപ്ലോയീനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഹൊറിസോണ്ടൽ പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്ഗ്രഡേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നതും. ഇതിൽ പറയണത് ഒരു എംപ്ലോയി മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ അയാളുടെ സാലറി ഒരു പേ ഇൻക്രീസ് ഉണ്ടാവും. നോർമൽ പേയിനേക്കാളും പേയിൽ ഇൻക്രീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ നേച്ചർ ഓഫ് ജോബിൽ ഒരു മാറ്റവും ഇല്ല. അയാൾ മുൻപ് ചെയ്തിരുന്ന ജോലി എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യണേ. പക്ഷെ ആ വർക്കിൽ മാറ്റമില്ല, പക്ഷേ അയാളുടെ സാലറിയിൽ ഇൻക്രീസ് ഉണ്ടാവും. എക്സാമ്പിൾ, എ ലെക്ചറർ ടു സീനിയർ ലെക്ചറർ. ഒരു സാധാരണ ലെക്ചറർ ഇപ്പോൾ 5 ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസോ ഒക്കെ ആയി കഴിയുമ്പോൾ അയാൾ നമ്മൾ പതുക്കെ എന്ത് ചെയ്യും? സീനിയർ ലെക്ചറർ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അയാളുടെ പേ സ്കെയിലിൽ ഇൻക്രീസ് ഉണ്ടാവും. പക്ഷേ ഒരു ലെക്ചറർ എന്താണോ ചെയ്യണത് സെയിം നേച്ചർ ഓഫ് വർക്ക് തന്നെയാണ് സീനിയർ ലെക്ചറർക്കും ചെയ്യേണ്ടി വരണേ. അതാണ് ഹൊറിസോണ്ടൽ പ്രൊമോഷൻ. ദ സെക്കൻഡ് വൺ ഈസ് വെർട്ടിക്കൽ പ്രൊമോഷൻ. ജനറലി പ്രൊമോഷൻ മീൻസ് വെർട്ടിക്കൽ പ്രൊമോഷൻ. നമുക്കെല്ലാം കേട്ട് പരിചയമുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ പ്രൊമോഷനാണ്. ഇൻ വെർട്ടിക്കൽ പ്രൊമോഷൻ there is a change in the status, responsibilities, job nature, classification and പേ സ്കെയിൽ. എന്തിലൊക്കെ മാറ്റം ഉണ്ടാവും? മൊത്തം അയാളുടെ ജോലിയുടെ സ്റ്റാറ്റസ് തന്നെ മാറും, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൂടും, അയാളുടെ സാലറി പാക്കേജ് കൂടും, പിന്നെ ജോബിൻ്റെ നേച്ചറേ മാറും. അങ്ങനെ ഓവറോൾ ഒരു വ്യക്തി അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഓവറോൾ ആളുടെ ചേഞ്ച് വരണതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെർട്ടിക്കൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിംഗ് സൂപ്രണ്ട് ഓർ മാർക്കറ്റിംഗ് ഒരു സാധാരണ രീതിയിൽ സെയിൽസ്മാൻ ആയിരുന്ന ആൾ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്ന ആൾ, അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സൂപ്രണ്ട് ഈസ് ചേഞ്ച്ഡ് ടു മാർക്കറ്റിംഗ് മാനേജർ അല്ലേ? മാർക്കറ്റിംഗ് മാനേജറുടെ പോസ്റ്റിലേക്ക് വരുമ്പോൾ മൊത്തം അയാളുടെ ജോബ് മാറി, റെസ്പോൺസിബിലിറ്റീസ് കൂടി, സാലറി പാക്കേജ് മാറി, ഡെസിഗ്നേഷനും മാറി, പ്രസ്റ്റീജും സ്റ്റാറ്റസും മാറി. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ പ്രൊമോഷൻ. തേർഡ് വൺ, ഡ്രൈ പ്രൊമോഷൻ. ഡ്രൈ പ്രൊമോഷൻ പേര് കേൾക്കുമ്പോൾ ഓർക്കുക, ഡ്രൈ ആണ് എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ കിട്ടിയോ? കിട്ടി അല്ലേ? റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. സ്റ്റാറ്റസ് കൂടിയിട്ടുണ്ടോ? അതും കൂടിയിട്ടുണ്ട്. പക്ഷേ എവിടെ മാത്രം കൂടിയിട്ടില്ല? സാലറി പാക്കേജിൽ മാത്രം ഒരു മാറ്റവും ഇല്ല. ഓക്കെ, ഡ്രൈ പ്രൊമോഷൻ മീൻസ് an increase in responsibilities and status without any increase in pay or other financial
benefits is termed as dry promotion. ഉത്തരവാദിത്തങ്ങൾ കൂടും, സ്റ്റാറ്റസ് കൂടും, എല്ലാം കൂടി, പക്ഷേ സാലറിയിൽ മാത്രം കൂടലില്ല. ഫോർ എക്സാമ്പിൾ, എ പ്രൊഫസർ ഈസ് ടു HOD. പ്രൊഫസർ എന്ന് പറയുമ്പോൾ അയാളുടെ സാലറി, ആ ഒരു പ്രൊഫസർ ഇത്ര അവർ വർക്ക്, അങ്ങനെയെല്ലാം നമ്മുടെ സാലറി ഫിക്സ്ഡ് ആയിരിക്കും. ആ പ്രൊഫസറിനെ അവിടെ ഒരു HOD പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആളുടെ വർക്ക് മാറി, ഡെസിഗ്നേഷൻ മാറി, റെസ്പോൺസിബിലിറ്റീസ് കൂടി, പക്ഷേ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സാലറി പാക്കേജിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഒരു സാധാ പ്രൊഫസറുടെ തന്നെയായിരിക്കും HOD പോസ്റ്റിലും കിട്ടണത്. ഓക്കെ, അതാണ് ഡ്രൈ പ്രൊമോഷൻ. ദ ലാസ്റ്റ് വൺ, ഓപ്പൺ വേഴ്സസ് ക്ലോസ്ഡ് പ്രൊമോഷൻ. ഓപ്പൺ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ an open promotion system is the system where it is willing to consider all individuals within an organization as potential candidates for promotion, and also the company announces the position openings. നമ്മുടെ കമ്പനിയിൽ ഒരു ഹയർ പൊസിഷനിലേക്ക് ഒരു വേക്കൻസി വന്നാൽ കമ്പനി അത് ആ ഒരു ഓർഗനൈസേഷനിൽ മൊത്തം അനൗൺസ് ചെയ്യും. നമ്മുടെ കമ്പനിയിൽ ഇങ്ങനൊരു പൊസിഷൻ വേക്കൻ്റ് ആണ്, അതിലെ എല്ലാ എംപ്ലോയീസിനും നമ്മൾ എന്ത് ചെയ്യും, പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോൾ ഓർഗനൈസേഷനെ നമ്മൾ പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യും. അതിൽ ബെസ്റ്റ് ഉള്ളവനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ആ വേക്കൻസി ഫില്ല് ചെയ്യും. അപ്പം ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്നും അതിന് എല്ലാവരെയും കൺസിഡർ ചെയ്യേണ്ടെന്നും നമ്മൾ ഓപ്പണായിട്ട് പറയാണ്. അതിനെയാണ് എന്ത്, ഓപ്പൺ പ്രൊമോഷൻ എന്ന് പറയണേ. അപ്പോൾ പിന്നെ ക്ലോസ്ഡ് എന്താ, ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. ക്ലോസ്ഡ് പ്രൊമോഷൻ മീൻസ് വേർ ആൻ ഓർഗനൈസേഷൻ ഡസ് നോട്ട് അനൗൺസ് വേക്കൻസീസ് or where the candidacy is restricted and is not open for all individuals within the organization for the promotion, the opening company is said to have a closed promotion system. വലിയ ഒരു വേക്കൻസി ഹയർ പൊസിഷനിലേക്ക് വന്നാൽ അത് നമ്മൾ കമ്പനിയിൽ മൊത്തം അനൗൺസ് ചെയ്യില്ല. ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്നും എല്ലാവർക്കും അതിൽ കൺസിഡർ ചെയ്യാൻ നമ്മൾ പറയണില്ല. എല്ലാവരെയും നമ്മളതിൽ ഉൾപ്പെടുത്തണമില്ല. കാൻഡിഡേറ്റ്സ് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. എല്ലാ ഇൻഡിവിജ്വൽസിനും നമ്മളത് ഓപ്പൺ ചെയ്യണില്ല. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന ഒരു 3, 4, 5 ആൾക്കാരെ, അതിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ പ്രൊമോഷന് വേണ്ടി കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാവരെയും നമ്മളത് നോക്കണില്ല. അപ്പം അങ്ങനെയുള്ള തന്നെയാണ് കമ്പനിക്ക് എന്ത് പറയും, ക്ലോസ്ഡ് പ്രൊമോഷൻ സിസ്റ്റം ആണെന്ന് പറയാം. സോ ദീസ് ആർ ഓൾ അബൌട്ട് പ്രൊമോഷൻ. ക്ലിയർ ആയിന്ന് കരുതണോ? പ്രൊമോഷൻ എന്താണ്? ചേഞ്ചിങ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ദാറ്റ് ഈസ് ബെറ്റർ ഇൻ സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് സാലറി. പിന്നെ ഡെഫിനീഷൻ എഡ്വിൻ ബ്രിഫ്ലോൻ്റെ തന്നിട്ടുണ്ട്. പിന്നെ അതായത് ഒബ്ജക്റ്റീവ്സ്, പ്രൊമോഷൻ്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു. ദെൻ ലാസ്റ്റ് എന്താണ് ടൈപ്സ് ഓഫ് പ്രൊമോഷൻ എത്രയുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഇത് അത്യാവശ്യം സിമ്പിൾ ടോപ്പിക്കാണ്. ഒക്കെ ക്ലിയർ ആയി എന്ന് കരുതണോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. ഓക്കെ.